സുഹൃത്തുക്കളെ, ചില ആളുകൾ കാണുന്ന സമയത്തെ നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും മനസ്സിൽ. അത് നമ്മൾ കുടുംബക്കാരായിക്കൊള്ളുന്നില്ല, സ്നേഹിതന്മാരായിക്കൊള്ളുന്നില്ല, ഒരു പക്ഷേ ഒരു പരിചയമില്ലാത്ത ആളായിരിക്കും. എന്നാലും അവർ കാണുമ്പോൾ സന്തോഷമാണ്. അതിന്റെ കാരണം അവരുടെ മുഖത്തുള്ള പുഞ്ചിരിയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അവരോട് ഒരു പ്രത്യേക ഒരു സ്നേഹം തോന്നും. ഒരു പക്ഷേ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുന്ന സമയത്തുള്ള ഷോപ്പുകാരനായിരിക്കാം, അതല്ലെങ്കിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് സപ്ലയറോ അതല്ലെങ്കിൽ കാഷ്യറോ ആയിരിക്കാം. ഈവൻ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്ത് ആ ഡോക്ടർ പെരുമാറ്റം ആണെങ്കിൽ പോലും ആ മുഖത്ത് കാണുമ്പോൾ, ആ പുഞ്ചിരി കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. നമ്മൾ പലപ്പോഴും പറയില്ലേ, ആ ഡോക്ടറെ കണ്ടാൽ മതി, മരുന്നൊന്ന് കഴിക്കേണ്ട, നമ്മൾ അസുഖം മാറും. അത് അവരെ ആ ഒരു നമ്മൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഈ ചിരിയും നമ്മുടെ അസുഖത്തിനെ നമ്മുടെ മനസ്സിൽ നിന്ന് അത് ചെറുതാക്കി കാണിക്കുന്ന ഒരു സംഭവമായിട്ട് മാറും അവരുടെ മുഖത്തുള്ള പുഞ്ചിരി. ഈ ചില സദസ്സിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാലേ അവിടെ നൂറുകണക്കിന് ആളുകൾ ഉണ്ടെങ്കിലും ചില ആളുകൾ തിളങ്ങും. നമ്മൾ കാണുന്ന ആ സദസ്സിൽ ചില ആളുകൾ നിന്ന് തിളങ്ങും. കാരണം അവരുടെ മുഖം പ്രകാശിക്കുന്നുണ്ടാവും ചിരി കൊണ്ട്. അങ്ങനത്തെ ആളുകൾ എപ്പോഴും നോട്ട് ചെയ്യും. എല്ലാവരും ഒരു സ്ഥലത്ത് നമ്മൾ ഇവിടെ പോയാൽ പലപ്പോഴും കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ചില ആളുകൾ നമ്മൾ നോട്ട് ചെയ്യും. ആ മുഖത്തിന്റെ പ്രത്യേകതയായിരിക്കും. ആ ഒരു രീതിയിൽ ചിരിക്കാൻ കഴിയാന്നുള്ള വലിയൊരു ഭാഗ്യമാണ്. അത് അല്ലാതെ ചില നമ്മൾ ഷോപ്പിലൊക്കെ പോയി ഒരു സാധനം വാങ്ങാനൊക്കെ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ മസ്ലിം പിടിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുൻപ് ഒരു ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ പോയിരുന്നു. ക്യാൻറ്റീനിൽ പോയ സമയത്ത് അവിടെ സാധാരണ ആദ്യം ടോക്കൺ എടുത്തിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പം ഞാൻ പൈസ അടക്കാൻ വേണ്ടിയിട്ട് റിസപ്ഷൻ്റെ അടുത്ത് ക്യാഷ്യറുടെ അടുത്ത് പോയ സമയത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട് അവിടെ. ഭയങ്കര മസ്ലിം പിടിച്ചിട്ടായിരിക്കുന്നത്. അപ്പം ഞാൻ പൈസ ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞ് പൈസ കൊടുത്ത് അപ്പോഴൊന്നും ഇയാൾ അനങ്ങുന്നില്ല, ഈ ചിരി ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച്, നമ്മളൊക്കെ ചെറുതാകുന്ന സമയത്തെ ഈ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ ചെന്നാൽ അവിടുത്തെ ആള് പറയും സ്മൈൽ പ്ലീസ്, ചിരിക്കാൻ വേണ്ടി പറയും എന്ന് പറയുന്ന പോലെ എനിക്ക് പറയാൻ തോന്നി. പക്ഷെ അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഞാൻ ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോഴൊക്കെ നോക്കുന്നുണ്ട് ഇയാൾ അങ്ങനെ തന്നെ. ചിലപ്പോൾ അയാളെ അവിടുത്തെ ഉടമസ്ഥനാണോ അതല്ല അവിടുത്തെ സ്റ്റാഫാണോ എന്ന് എനിക്കറിയില്ല. ആരായാലും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേപോലെയാണ് ചില ആളുകൾ. ആ സമയത്ത് മറ്റു ചില ആൾക്കാർ കാണുമ്പോൾ തന്നെ സന്തോഷത്തോടുകൂടി ചിരിച്ചിട്ടാണ് സംസാരിക്കുക. അയാൾ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ നോട്ട് ചെയ്യും. നമ്മൾ കാർ ഓടിക്കുമ്പോഴായാലും ബൈക്ക് ഓടിക്കുമ്പോഴായാലും പിന്നെ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്പീഡ് കൊണ്ടോ അതല്ലെങ്കിൽ നമ്മളെ ട്രാഫിക് കറക്റ്റ് അല്ലാത്തതുകൊണ്ടോ അപകടങ്ങൾ സംഭവിക്കാൻ പോകും. ഈ സംഭവിക്കാൻ പോകുന്ന നമ്മളോട് എതിരിടുന്ന ആള് ദേഷ്യത്തോടു കൂടി മുമ്പോട്ട് വരും. എങ്ങോട്ടാണ് നോക്കിയിട്ടാണ് വണ്ടി ഓടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതേപോലെ തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ പ്രശ്നമായി. നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് വെച്ചാൽ ആ ഉദ്ദേശം നടക്കൂല. പിന്നെ നമ്മൾ അവരും തമ്മിൽ വഴക്കിന് ചാൻസ് ഉണ്ടായി. നമുക്ക് പ്രഷർ കൂടും, അയാൾക്ക് പ്രഷർ കൂടും. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്തിക്കൊള്ളുന്നില്ല. നേരെ മറിച്ച് ഒറ്റ ചിരി അവർ മുഖത്ത് നോക്കിയിട്ട് സോറി ഇട്ടോ എന്ന് പറഞ്ഞ് ചിരിച്ചാൽ എനിക്ക് 100 അനുഭവമാണ്. ചിലപ്പോ ചില വലിയൊരു വിഷയം ഉണ്ടാകുന്നത് പോലും നമ്മൾ അവിടെ ചിരിച്ച് സോറി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവർ പറയുന്ന മറ്റു രീതിയിലാണ്. അയ്യോ, ഞാനും ശ്രദ്ധിക്കേണ്ടതല്ലേ, നിങ്ങൾ മാത്രമല്ലല്ലോ, എന്തും പറ്റിയാണ് ഫോൾട്ട് എന്നുള്ളത്. ഫോൾട്ട് പറ്റാത്ത ആളാണെങ്കിൽ പോലും അയാൾ പറയും. അത് നമ്മുടെ ചിരിന്റെ പ്രത്യേകതയാണ്. ഈ രീതിയിൽ നമ്മൾക്ക് ഒരാളോട് സംസാരിക്കാൻ കഴിയണം. അതല്ലെങ്കിൽ ഒരാളോട് നമ്മൾ വേണമെങ്കിൽ ബിഹേവ് ചെയ്യാൻ കഴിയണം. സങ്കടപ്പെട്ട് നിൽക്കുന്നതിനേക്കാൾ നല്ലൊരു സന്തോഷത്തിലിരിക്കുക എന്നുള്ളതാണ്. പുഞ്ചിരിച്ച് നിങ്ങളെ ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാവർക്കും പുഞ്ചിരിക്കുക എന്നുള്ള എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ആരോട് ചിരിച്ചാലും അത് അവർക്ക് സന്തോഷം ഉണ്ടാവും, നമുക്കും സന്തോഷം ഉണ്ടാക്കും. എന്തോ അയാൾക്ക് ഞാളോട് ചിരിച്ചാൽ അയാൾക്ക് എന്തോ നഷ്ടപ്പെടുന്ന രീതിയാണ്. ഞാൻ ചെറുതായി പോകും, അല്ലെങ്കിൽ ഞാൻ എന്തോ എന്റെ സ്റ്റാറ്റസിനെ ബാധിക്കുമോ എന്നുള്ളൊക്കെ ധാരണ ചില ആൾക്കാർക്ക് ചിരിക്കാതെ ചിരിക്കുക. ഒരു ചെറുതല്ലേ, ഒരിക്കലും സാമ്പത്തികം വേണ്ടത്ര ഇല്ലല്ലോ എന്നൊക്കെ ധരിച്ച് ചിരിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കി പ്രഗത്ഭരായ പലരും, പൈസ കൊണ്ട് തന്നെ ഏറ്റവും സാമ്പത്തികമായിട്ട് ഉയർന്ന പല ആളുകളും ഇപ്പൊ ചിരിച്ചും കൂടെ സംസാരിക്കാം. മുമ്പത്തെ കാലം മുമ്പോഴൊന്നല്ല, വളരെ മാറ്റങ്ങളുണ്ട്. എല്ലാം എന്തായാലും സ്നേഹത്തോട് കൂടിയിട്ടും ചിരിച്ചും കൊണ്ടാണ് നമ്മൾ സംസാരിക്കുക. നമ്മൾ പെരുമാറിയാൽ ചിരിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചാൽ ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് ചിരിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. ചില ആള് പറയും അയാൾ അങ്ങനത്തെ തന്നെയാണ്. അല്ലല്ല, അത് മാറ്റാൻ പറ്റും. നമ്മൾ ശ്രമം നടത്തിയാൽ അതിന് ശ്രമം നടത്തി കഴിഞ്ഞാൽ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും. അതിനങ്ങനെ ആഗ്രഹം ഉണ്ടാവണം. ആ ഒരു രീതിയിലേക്ക് നമുക്ക് സാധിക്കണം. നമുക്കെല്ലാവർക്കും
അങ്ങനെ ഒരു ചിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വന്തം KPMK കുഞ്ഞി.